ദി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ശരിക്കും പറഞ്ഞാൽ ഈ PSLV ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായിരുന്നു. പക്ഷേ 2 തവണ തുടർച്ചയായിട്ട് PSLV പരാജയപ്പെട്ടു. ഇതേ തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷനൊക്കെ നേരത്തെ വെച്ചിരുന്നു. എന്തിന്? അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പോലും തിരുവനന്തപുരത്ത് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യം, ഇതൊരു അട്ടിമറി തന്നെയാണോ? നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഗൗരവമായ ചില തീരുമാനങ്ങൾ എടുത്തോ? ഡോവൽ വന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഒരു കമ്മിറ്റി, സാധാരണഗതിയിൽ ഇത് ആഭ്യന്തര കമ്മിറ്റികളാണ് ISROയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് ഇതൊക്കെ പൊടിപിടിച്ച് എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചതെന്നൊക്കെ ബാഹ്യ ലോകമൊന്നും അറിയാതെ പൊടിപിടിച്ച് കിടക്കും. ഇത്തവണ അകത്തു നിന്നുള്ള കമ്മിറ്റി അല്ല. അതായത് ഡോവൽ പോയ മുമ്പൊരു കമ്മിറ്റിയെ വെച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തൃപ്തി വരാഞ്ഞിട്ടായിരിക്കും ഡോവലിനെ അയച്ചത്. ഡോവല് പിന്നീട് റിപ്പോർട്ട് കൊടുത്ത ശേഷമായിരിക്കണം പുതിയൊരു സമിതിയെ വെച്ചിരിക്കുന്നു. ഈ പുതിയ സമിതിയെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ തൃപ്തനായില്ലല്ലോ പ്രധാനമന്ത്രി, എന്നിട്ട് പുതിയൊരു സമിതിയെ വെച്ചിരിക്കുകയാണ്. അത് പുറത്തു നിന്നുള്ള ആളുകളുണ്ട് അതിൻ്റെ അകത്ത്. ISROയിൽ ഒരു ആഭ്യന്തര അന്വേഷണം അല്ല അത്. കാരണം മുൻ കേന്ദ്ര ശാസ്ത്ര ഉപദേഷ്ടാവ്, കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ K. വിജയരാഘവൻ അധ്യക്ഷൻ, ഈ ISROയുടെ മുൻ ചെയർമാൻ S. സോമനാഥ് ഉപാധ്യക്ഷൻ, അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ ഇല്ലല്ലോ അവിടെ. അവര് രണ്ടുപേരും നേതൃത്വം വഹിക്കുന്ന ഒരു സമിതിയോടാണ് ഇപ്പൊ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പുതിയ സംഭവം. അപ്പൊ അതുകൊണ്ട് നേരത്തെ മുൻ ചെയർമാൻ K. ശിവന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഈ PSLV പരാജയങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അത് തൃപ്തിയില്ലാതെയാണ് പുതിയ സമിതിയെ ഇപ്പൊ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെന്താന്ന് വെച്ചാൽ 2 PSLV പരാജയം കഴിഞ്ഞ കൊല്ലം മെയ്യില്, ഈ കൊല്ലം ഇപ്പോ ജനുവരിയിൽ. അപ്പോൾ ഈ 2 പരാജയങ്ങളും ഈ റോക്കറ്റ് വിക്ഷേപണം മാത്രമല്ലല്ലോ, ഇതിൻ്റെ അകത്ത് ഉപഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ. ആ ഉപഗ്രഹങ്ങൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള ഉപഗ്രഹങ്ങളാണ്. അപ്പൊ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ഇത് അയക്കുന്നത്. പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളുടെ ഈ കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയും. വിദേശ രാജ്യങ്ങൾ അവർക്ക് ഈ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ലോഞ്ച് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. അത് നമുക്കൊരു കച്ചവട ഏർപ്പാടാണ്. അവർക്ക് വേണ്ടി ഇത് ലോഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ചില രാജ്യങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഈ നിർണായകമായ ഈ ലോഞ്ചുകൾ ആണ് ഈ തകരാറിൽപ്പെട്ടിരിക്കുന്നത്. 17 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഈ ജനുവരിയിൽ പരാജയപ്പെട്ട PSLVയിലെ അന്വേഷ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഉപഗ്രഹം അതിലുണ്ടായിരുന്നു. ഈ ഉപഗ്രഹങ്ങളൊക്കെ പോവുകയാണ്, നഷ്ടപ്പെടുകയാണ്, നശിച്ചു പോകുന്നു. അപ്പൊ അതാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട 5 വിക്ഷേപണങ്ങൾ, ഉപഗ്രഹങ്ങളല്ല 5 വിക്ഷേപണങ്ങൾ 2017-നും 2026-നും ഇടയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 17 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ സംഭവം എന്താന്ന് വെച്ചാൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോഞ്ചുകൾ, ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന PSLVയുടെ പരാജയം. രണ്ടാമത്തത് 3ാമത്തെ ഘട്ടത്തിൽ ആണ്. 4 ഘട്ടങ്ങളാണ് ഇതിനുള്ളത് വിക്ഷേപണത്തിന്. 2 PSLV ലോഞ്ചിലും ഇത് 3ാം ഘട്ടത്തിന്റെ അവസാനമാണ് തകരാറ് സംഭവിച്ചത്. സമാനമാണ്. അപ്പോ ഇങ്ങനെ ഈ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ PSLV C-62 അതാണ് ഈ വർഷത്തെ ആദ്യത്തെ വിക്ഷേപണ ദൗത്യം ആയിരുന്നു പരാജയപ്പെട്ടത്. അപ്പോ ഈ VSSC തിരുവനന്തപുരത്ത് വന്നിട്ട് ഡോവൽ മറ്റേ ഡയറക്ടറുമായിട്ടും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആയിട്ട് ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹം അവിടെ ഒരു ചിപ്സ് കടയിൽ വന്നിട്ട് ചിപ്സും വാങ്ങിച്ചിട്ടൊക്കെയാണല്ലോ പോയത്. അപ്പം അദ്ദേഹം മടങ്ങിയ ശേഷമാണ് ഈ പുതിയ സമിതി വന്നിരിക്കുന്നത്. അപ്പൊ ജനുവരി 12-നാണ് PSLV 662 3ാം ഘട്ടത്തിൽ പരാജയപ്പെടുന്നത്. ഖര ഇന്ധനം ജ്വലിപ്പിച്ചു. 2 ഘട്ടങ്ങളാണ്, ഖരവും
ദ്രാവകവും 2 ഘട്ടങ്ങൾ ഉണ്ടായിന്. ഖര ഇന്ധനം ജ്വലിപ്പിച്ചു. ഒടുവില് സ്ട്രാപ്പ് ഓൺ മോട്ടോർ ത്രസ്റ്റ് നൽകുമ്പോൾ അതിൻ്റെ പാതയിൽ വ്യതിയാനം വന്നു. എന്ന് പറഞ്ഞാൽ പാത തെറ്റിപ്പോകുന്നു. ഇത് പോകേണ്ട പാതയിൽ ഒരു നിശ്ചിത പാതയുണ്ടല്ലോ, ആ പാതയിലല്ല പോയത്. അതാണ് 2 PSLVക്കും സംഭവിച്ചത്. സ്ട്രാപ്പ് ഓൺ മോട്ടോർ ത്രസ്റ്റ് നൽകുമ്പോൾ പാതയിൽ വ്യതിയാനം സംഭവിച്ചു. അപ്പോൾ ഉപഗ്രഹങ്ങളെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. PSLV റോക്കറ്റിന് നഷ്ടപ്പെട്ടു. നമുക്ക് ഈ 16 ഉപഗ്രഹങ്ങൾ 17 ഉപഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു. കഴിഞ്ഞ കൊല്ലം മെയ്യില് PSLV C61 അതാണ് ഇതുപോലെ 3ാം ഘട്ടത്തിൽ പരാജയപ്പെട്ടത്. അപ്പോൾ ഉപഗ്രഹ നഷ്ടം 3ാം ഘട്ടത്തിലെ പ്രശ്നങ്ങൾ ഇത് അട്ടിമറിയാണ് എന്ന് ചില കേന്ദ്രങ്ങൾ സംശയിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷ ഇൻവോൾവ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്പേസ് നോക്കുന്ന മന്ത്രി ജിതേന്ദ്ര സിംഗ് നേരത്തെ PMOയുടെ ചാർജുള്ള പ്രത്യേക മന്ത്രിയായിരുന്നല്ലോ കഴിഞ്ഞ ഊഴത്തിലുമൊക്കെ. കശ്മീർക്കാരനാണ് ജിതേന്ദ്ര സിംഗ്. അദ്ദേഹം ഇത് അട്ടിമറിയല്ല എന്ന് ഈ മാസം പറഞ്ഞിരുന്നു. അട്ടിമറിയല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഡോവൽ തിരുവനന്തപുരത്ത് വന്നത് ഇതിന്റെ സെക്യൂരിറ്റി റിവ്യൂവിന് വന്നതാണെന്നാണ് അറിയുന്നത്. സെക്യൂരിറ്റി റിവ്യൂ BSSയുടെ അതിനുവേണ്ടി വന്നതാണ് എന്ന് 3ലും സംഭവിച്ചിരിക്കുന്നതായിട്ട് പറയുന്നത്. 2 പരാജയങ്ങളിലും സംഭവിച്ചതായിട്ട് പറയുന്നത് ഫ്ലക്സ് നോസിൽ മാൽ ഫങ്ഷൻ ഇൻ ദി 3rd സ്റ്റേജ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അവസാന ഘട്ടത്തിൽ ഇത് പാതയിലേക്ക് ഇതിനെ പ്രൊപ്പൽ ചെയ്യുന്ന ഫ്ലക്സ് നോസിൽ, ആ ഫ്ലക്സ് നോസിൽ മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് 2ന്റെയും കാരണം പറയുന്നത്. ഫ്ലക്സ് നോസിൽ കൺട്രോൾ എന്ന് പറയുന്നത് FNC എന്ന് പറയും. ഖര ഇന്ധന മോട്ടോറുകളിലെ ത്രസ്റ്റ് വെക്ടർ കൺട്രോൾ സിസ്റ്റം ആണിത്. എന്ന് പറഞ്ഞാൽ ഈ സ്പീഡ്, ഈ പാത ഇതൊക്കെ തീരുമാനിക്കുന്ന സംവിധാനമാണെന്ന് ലളിതമായിട്ട് പറയാം. റോക്കറ്റിന്റെ പാത അവസാനം തീരുമാനിക്കുന്നത് ഈ സിസ്റ്റം വഴി ആണ്. ഇതിൻ്റെ അകത്ത് നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 2ലും ഉണ്ടായിരുന്നു. EOS-09 പിന്നെ EOS-N1 ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ ആകെയുള്ള ഗുണം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ഭദ്രമായിട്ട് നിൽക്കുന്നു. ലോഞ്ച് വെഹിക്കിൾ ഭദ്രമായിട്ട് ഉണ്ട്. 4 ഘട്ടമാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ ജനുവരിയിൽ പരാജയപ്പെട്ടതിൽ അന്വേഷ എന്ന നിരീക്ഷണ ഉപഗ്രഹം കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ ദേശസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടത്. വിക്ഷേപിച്ച അരമണിക്കൂറിനകം എല്ലാം തകർന്നു. ഈ 3ാം ഘട്ടത്തിൽ ഇത് പരാജയപ്പെട്ടു പോയി. അപ്പോൾ ചെയർമാൻ വി നാരായണൻ, ISROയുടെ ചെയർമാൻ വി നാരായണൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പൂർവാധികം ശക്തമായി തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ഘട്ടങ്ങളിൽ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 4 ഘട്ടങ്ങളിൽ 2 സോളിഡ് ഖര ഇന്ധനം, 2 ദ്രവ ഇന്ധനം ലിക്വിഡ് ആണ് സ്റ്റേജ്. അവസാനത്തെ 2 ഘട്ടം ലിക്വിഡ് ആണ്. അപ്പോൾ 3ാം ഘട്ടത്തിന്റെ അവസാനം വരെ ഇത് കൃത്യമായിട്ട് നടക്കുന്നു വിചാരിച്ചതാണ്. പക്ഷെ അവസാന ഘട്ടത്തിൽ അപാളിപ്പോയി. ഹൈദരാബാദിലെ ധ്രുവ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥാപനം, അവര് ഈ 16 7 ഉപഗ്രഹവും അവര് പണിതാണ് അവിടെ. അപ്പൊ അവരെ സംബന്ധിച്ചും വലിയ സെറ്റ് ബാക്കാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഈ സ്ട്രാറ്റജിക് ലോഞ്ചസ് അല്ലെ, നിർണായക ഈ വിക്ഷേപണങ്ങൾ ഇതിനെയാണ് ഈ ബാധിച്ചിരിക്കുന്നത്. അതാണ് 2ലും സംഭവിച്ചത്. GSAT, റിസാറ്റ് 1B, NVS-02, അന്വേഷ തുടങ്ങിയതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ആണ് ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2017 2026 5 പരാജയങ്ങൾ ദേശീയ സുരക്ഷ ഉപഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ്
ശിവന്റെ നേതൃത്വത്തിലുള്ള ISRO ചെയർമാൻ ആയിരുന്ന കെ ശിവന്റെ നേതൃത്വത്തിലുള്ള സമിതി ഒരു റിപ്പോർട്ട് ഇത് അന്വേഷിച്ചിട്ട് ഉണ്ടാക്കി. അതിനുശേഷം ഡോവൽ വന്നു, റിവ്യൂ നടത്തി. പിന്നീട് പുതിയ സമിതിയെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണം എന്ന് മോദി ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സമാനമായി മൂന്നാം ഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപണം ചെയ്യുന്ന 5 കാര്യങ്ങളിൽ ഈ തോൽവി ഉണ്ടായി? ഇപ്പൊ 2 അടുപ്പിച്ചാണല്ലോ PSLVക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഇതൊരു ശാസ്ത്ര സമൂഹമാണ്. അപ്പൊ ശാസ്ത്ര സമൂഹത്തിന് ഒന്നടങ്കം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ISRO ചാരക്കേസൊക്കെ നേരത്തെ നടക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് റിപ്പോർട്ടറായിരുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായി ഇതിനെപ്പറ്റി നമ്മൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. എന്നാലും ഒരു സമിതിക്ക് ശേഷം വേറൊരു സമിതി വരുമ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നു. അതും ബാഹ്യമായ ഒരു സമിതി അല്ലേ? അതാണ്. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ISRO ചാരക്കേസിന്റെ കാലത്ത് തന്നെ മര്യാദക്കുള്ള റിപ്പോർട്ടുകൾ എഴുതിയ ഒരാളായിട്ടാണ് നമ്പിനാരായണന്റെ പുസ്തകത്തിൽ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ മറ്റേ തോന്നിയാസങ്ങളുടെ കൂട്ടത്തിലൊന്നും ഉൾപ്പെട്ടില്ല. മറ്റുള്ളവരൊക്കെ ഇത് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു എന്നല്ലാതെ. കാരണം സയന്റിസ്റ്റുകളൊക്കെയാണ് കണ്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ ഇത് ഈ ക്രയോജനിക് എൻജിൻ, അതിൻ്റെ ശാസ്ത്രീയ സംഭവങ്ങൾ ഇവിടെ നിന്ന് ചോർത്തിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അബദ്ധമാണെന്നുള്ള അറിയാം. കാരണം ക്രയോജനിക് എൻജിൻ എന്ന് പറയുന്നത് വേറെ രാജ്യങ്ങളിലല്ലേ, ഫ്രാൻസിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ശാസ്ത്ര സമൂഹത്തിനൊക്കെ. ഇത് അങ്ങനെ ഇത് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഈ മണ്ടത്തരമാണെന്നൊക്കെ ഉള്ളതൊക്കെ വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ശാസ്ത്ര സമൂഹത്തിന് ഒന്നടങ്കം പറയില്ലെങ്കിലും ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കുമല്ലോ. എന്നിട്ട് അത് നമുക്ക് ഡിസ്പെൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും അന്വേഷണത്തിൽ അത് തെളിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.